മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം. മിന്നും താരം. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ മിന്നും താരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു അഭിഭാഷകനാണ്, ഒരു നടനാണ്, സർവോപരി നമ്മുടെ കാഞ്ഞങ്ങാടുകാരനും കൂടിയായ ഷുക്കൂർ വക്കീലാണ്. സ്വാഗതം. താങ്ക് യു. സാറിന്റെ ആദ്യത്തെ സിനിമ നമ്മുടെ കാസർഗോഡിനെ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഇന്നാത്താൻ കേസുകോട് അല്ലേ? ഈ സിനിമയിലെ കഥാപാത്രം, അതായത് സാർ ആദ്യമായിട്ട് ചെയ്യുന്ന കഥാപാത്രം തന്നെ സ്വന്തം പേരിലും അതോടൊപ്പം സ്വന്തം പ്രൊഫഷനിലും ചെയ്യാൻ സാധിച്ചല്ലോ. എങ്ങനെ ഇത് സംഭവിച്ചു? വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഈ സിനിമയുടെ ഓഡീഷനൊന്നും ഞാൻ അപേക്ഷ നൽകിയിരുന്നില്ല. എൻ്റെ ഒരു അഭിഭാഷക സുഹൃത്താണ്. അദ്ദേഹം ഓഡീഷന് പോയ കാര്യവും അദ്ദേഹത്തിന് സെലക്ഷൻ കിട്ടിയെങ്കിലും പിന്നെ അദ്ദേഹത്തിന് ഇത് പൂർത്തിയാക്കാൻ കഴിയില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ പ്രകാരമാണ് സിനിമയുടെ കാസ്റ്റിംഗ് ഡയറക്ടർ രാജേഷ് യാദവനുമായിട്ട് ബന്ധപ്പെടുന്നതും അവരെന്നെ കാണുന്നതും അഭിനയിക്കാൻ പറയുന്നതൊക്കെ തികച്ചും യാദൃശ്ചികമാണ്. അവരെ തിരക്കഥയിൽ ആ കഥാപാത്രത്തിൻ്റെ പേര് ഷുക്കൂർ വക്കീൽ എന്നായിരുന്നില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ഭാഷയൊക്കെ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ തന്നെ പേരിലേക്ക് അത് മാറ്റുന്ന രീതിയാണ് ചെയ്തത്. അവർ ആദ്യം അതിലെഴുതിയ കഥാപാത്രം വേറൊരു പേരായിരുന്നു, അതിൻ്റെ കോസ്റ്റ്യൂമൊക്കെ വേറെ ആയിരുന്നു, രീതി വേറെ ആയിരുന്നു. പക്ഷേ എന്നെ അതിലേക്ക് സെലക്ട് ചെയ്തതിന് ശേഷം അവർ അതിൻ്റെ കോസ്റ്റ്യൂം മാറ്റി എൻ്റെ രൂപത്തിലേക്ക് ആ കഥാപാത്രത്തെ മോൾഡ് ചെയ്യാണ് ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു മോൾഡിങ് സംഭവിച്ചതിലൂടെ ആ കഥാപാത്രം ചെയ്യാൻ ഈസി ആയിരുന്നോ? കഥാപാത്രം ചെയ്യുക ഈസി അല്ല. കാരണം നമ്മുടെ ഇപ്പോൾ ദൈനംദിന കോടതിയിലുള്ള ഒരു സംഗതിയല്ല സിനിമയിൽ നമ്മൾ അഭിനയിക്കുകയാണ്. അഭിനയിക്കുക എന്ന് പറയുന്നത് തീർത്തും വ്യത്യസ്തമായൊരു സംഗതിയാണ്. എന്താണോ ഡയറക്ടർ പറയുന്നത് അദ്ദേഹം പറയുന്നത് ചെയ്യുക എന്നുള്ളതാണ് സിനിമയിൽ കാണിക്കേണ്ടത്. കോടതിയിൽ നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മൾ എന്താ പറയേണ്ടത്, ചെയ്യേണ്ടത്. അത് ഈസി എന്ന് പറയാൻ കഴിയില്ല, തീർച്ചയായും ഒരു ചാലഞ്ചിങ് തന്നെയാണ്. എന്നാലും സ്വന്തം കഥാപാത്രത്തിന്റെ അല്ലെങ്കിൽ സ്വന്തം ജീവിതത്തിന്റെ ഒരു അഡോപ്ഷൻ ആ കഥാപാത്രത്തിലേക്ക് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിരിക്കുമോ? തീർച്ചയായും ഉണ്ടാവുമല്ലോ. ഏത് മനുഷ്യരും അവർക്ക് പരിചിതമായ ഒരു സംഗതിയെ ഒരാൾ ചെയ്യാൻ പറയുന്ന സമയത്ത് കുറെ കൂടി എളുപ്പമായി ചെയ്യാൻ കഴിയുന്നത് തന്നെ അത് ഇതിലും സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷേ പൂർണ്ണമായും ശരിയാവില്ല. ഇന്നാത്താൻ കേസുകോട് സിനിമ മുതൽ ഇതുവരെ ഏകദേശം എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? 6-7 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമ എന്ന് പറയുന്നതിൽ അതിൽ ഒരു 3-4 സിനിമകളിൽ കുറച്ച് ലെങ്തിയായ റോളാണ്. ബാക്കി 2 സിനിമയിൽ ചെറിയ റോളാണ്, ഒരു സിനിമയിൽ കുറച്ച് വലിയ റോളുണ്ട്. ഇപ്പോൾ മേജർ രവി സാറിൻ്റെ ഒരു സിനിമയിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സിനിമയിലേക്കുള്ള തിരക്കൊക്കെ കൂടിയപ്പോൾ പിന്നെ കോടതിയിലുള്ള തിരക്ക് കുറഞ്ഞോ? നമ്മൾ സിനിമയും കോടതിയും ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനാണ് ആഗ്രഹം. സിനിമ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, പക്ഷേ നമുക്ക് പ്രൊഫഷൻ വിടാൻ കഴിയില്ല. നമ്മുടെ പാഷനായിട്ട് ചെയ്യേണ്ട ഒരു സംഗതി കോടതിയാണ്. അതോടൊപ്പം തന്നെ സിനിമയും തുല്യ പ്രാധാന്യം ഇപ്പം കൊടുക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല കഥാപാത്രങ്ങൾ വന്നാൽ, നല്ല അവസരങ്ങൾ വന്നാൽ സിനിമയിൽ അഭിനയിക്കാമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അഭിനയത്തിനും പ്രൊഫഷനും തുല്യ പ്രാധാന്യം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? തിരക്കുകളൊക്കെ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്? അതൊക്കെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പം നമ്മൾ ഏത് കാര്യത്തിലും നമ്മൾ അപ്രോച്ച് ചെയ്യുന്നവർക്കും ആ കാര്യങ്ങൾ അറിയാം. സിനിമയിൽ അഭിനയിക്കുന്ന ആളാണെന്ന്, സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്ന പ്രൊഡക്ഷനിലെ ആൾക്കാർക്ക് നമ്മളൊരു അഭിഭാഷകനാണെന്ന് അറിയാം. അപ്പോൾ അത് ഉൾക്കൊണ്ടിട്ടാണ് അവർ രണ്ടുപേരും നമ്മളെ സമീപിക്കുന്നത്. അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും, പിന്നെ അത് വിഷയമല്ലല്ലോ. ഷുക്കൂർ വക്കീലിന്റെ സിനിമയൊക്കെ കണ്ടതിന് ശേഷം നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, വക്കീലിന് സിനിമയൊക്കെ വഴങ്ങുമല്ലേ എന്ന്. എന്താണ് ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം? നേരത്തെ അഭിനയമൊക്കെ ഉണ്ടായിരുന്നോ? സിനിമയോട് ഒരു പാഷനൊക്കെ നേരത്തെ ഉണ്ടായിരുന്നോ? എല്ലാ മനുഷ്യരുടെ മനസ്സിലും സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. അപ്പം സാധാരണഗതിയിൽ ഒരു വിഷയം എന്ന് പറയുന്നത്, ഒന്ന് നമ്മൾ കാസർഗോട്ടുകാരാണ്. കാസർഗോട്ടുകാർക്ക് സിനിമയിൽ എത്തുക എന്നുള്ളത് അത്ര എളുപ്പമുള്ളൊരു സംഗതിയല്ല. അപ്പോൾ ഈ സിനിമക്കാരൊക്കെ കാസർഗോഡിൻ്റെ സാധ്യത അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ എന്നാത്താൻ കേസ് കൂടുന്ന സിനിമയുടെ ലൊക്കേഷൻ ഇവിടെ ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളെ പോലത്തെ ആൾക്കാർക്ക് ഒരു എൻട്രി കിട്ടിയത്. അങ്ങനെയാണ് ഞങ്ങൾക്ക് അഭിനയിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായും എനിക്കും സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഞാൻ എടുത്ത പ്രൊഫഷൻ എന്ന് പറയുന്നത് ലോ ആയതുകൊണ്ട് പിന്നെ അതിലേക്ക് തിരിഞ്ഞു പോകാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വളരെ യാദൃശ്ചികമായിട്ട് സൈക്കിൾ എന്ന് പറയുന്ന വിനീത് ശ്രീനിവാസൻ്റെ സിനിമയിൽ ഒരു രംഗത്ത് ഞാനുണ്ട്. അത് വളരെ യാദൃശ്ചികമായിട്ട് ഞാനൊരു ഷോപ്പിംഗ് മാളിൽ ഞാനും വൈഫും കുട്ടികളും കൂടി സാധനം വാങ്ങാൻ പോകുന്ന സമയത്ത് അതിൻ്റെ ഏതോ ഒരു അസോസിയേറ്റ് ഡയറക്ടറോ അസിസ്റ്റന്റ് ഡയറക്ടറോ എന്നെ കാണുകയും അഭിനയിക്കുമെന്ന് ചോദിച്ചു. ഞാൻ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ചെറിയ മോള്, അന്ന് അവൾക്ക് 6-7 വയസ്സ്, അവൾ പറഞ്ഞ് അഭിനയിക്കാമെന്ന്. അവളെ നിർബന്ധത്തിനനുസരിച്ചിട്ടാണ് ഞാനന്ന് ഒരു വേഷം ചെയ്തിട്ടുണ്ട്. ജോണി ആൻ്റണി എന്ന് പറയുന്ന ആളാണ് എൻ്റെ സംവിധായകൻ. അന്ന് അവരൊക്കെ പൈസയൊക്കെ തന്നിരുന്നു. 2 ദിവസം അഭിനയിച്ചതിന് അന്ന് എനിക്ക് 1000 രൂപ തന്നിരുന്നു. ചെറിയ പ്രായത്തിലാണത്. അപ്പോൾ 50+ കഴിഞ്ഞ ഒരാൾക്ക് ഒരു സിനിമയിലേക്ക് മുഖം വരുമെന്നും ആൾക്കാർ ശ്രദ്ധിക്കും എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. തീർച്ചയായും ഷുക്കൂർ വക്കീലിന് അഭിനയം വഴങ്ങില്ലേ എന്ന് ചോദിച്ചാൽ
അഭിനയമാണ് പ്രൊഫഷൻ. ലോ പ്രൊഫഷനിൽ എല്ലാവരും അഭിനയിക്കുന്നവരാണെന്ന് വിചാരിക്കുന്നത്. നമ്മളിപ്പോൾ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും ഓരോ ഫേസിൽ നമ്മൾ അഭിനയിക്കുന്നുണ്ടല്ലോ ഓരോ സംഗതിയിലും. ഇപ്പം കൂടെ ജോലി ചെയ്യുന്ന വക്കീലന്മാരൊക്കെ സാറിന്റെ അഭിനയം കണ്ടിട്ട് എന്താണ് പറഞ്ഞത്? അല്ല, ചിലവർ പറഞ്ഞത് ഷുക്കൂർ വക്കീൽ കോടതിയിൽ കാണിക്കുന്ന സംഗതിയെ കാണിച്ചത് ഭയങ്കര സന്തോഷമായിരുന്നു. 11/8/2022 ഞങ്ങൾ സിനിമ റിലീസ് ചെയ്തത്. അന്ന് കോടതിയിൽ വലിയ ആഘോഷമൊക്കെ നടത്തി, കേക്കൊക്കെ മുറിച്ച് ജുഡീഷ്യൽ ഓഫീസറൊക്കെ വന്ന് എല്ലാവർക്കും വിതരണം ചെയ്തു. അന്ന് 2.5 ഷോക്ക് അഭിഭാഷകർ മുഴുവൻ ഒന്നിച്ച് ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ടു. വലിയ ആഘോഷമായിരുന്നു. തീർച്ചയായും നമ്മുടെ പ്രൊഫഷനിൽ, നമ്മുടെ ബാർ അസോസിയേഷനിൽ നിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ പിന്തുണ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സിനിമ വരുമ്പോൾ ഒരാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറയും. പഞ്ചായത്ത് ജട്ടി എന്ന് പറയുന്ന സിനിമയാണ് അവസാനം റിലീസായത്. ചെറിയ റോളാണ് ആ സിനിമയിൽ. എനിക്ക് തോന്നുന്നു 2-3 സീനിലേ ഉള്ളൂ. അത് വിജിലൻസ് ഓഫീസറായിട്ടാണ് ചെയ്തത്. അത് വലിയ സന്തോഷത്തിലാണ്. പലരും ആ സിനിമ കണ്ടതിന് ശേഷം അതിൻ്റെ സ്ക്രീനിന്ന് വരുന്ന സമയത്ത് ഫോട്ടോ എടുത്തിട്ടൊക്കെ അയച്ചു തരുമായിരുന്നു. ഒരുപാട് അഭിഭാഷകർ ചെയ്തിട്ടുണ്ട്. ഇപ്പം കട്ടപ്പാടത്തെ മാന്ത്രികൻ, അതിലും വലിയ വേഷമൊന്നുമല്ല, ഒരു ഡോക്ടറായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഒരു ഹോസ്പിറ്റലും അതിൻ്റെ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം എൻ്റെ കൂടെ അഭിഭാഷകരായിരിക്കുന്നവരും സുഹൃത്തുക്കളും കക്ഷികളൊക്കെ വലിയ തോതിൽ പ്രോത്സാഹനം നൽകുന്നുണ്ട്. ആദ്യത്തെ സിനിമ പ്രൊഫഷണൽ ആയതുകൊണ്ട് അതൊരു അഭിനയമല്ല എന്ന രീതിയിൽ എടുത്ത് അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുകയും ചെയ്തവർ 2-3 സിനിമ കാണുന്ന സമയത്താണ് നമുക്ക് അഭിനയിക്കാൻ പറ്റും, നമ്മൾ അഭിനേതാവാണെന്ന് അവരൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷം തോന്നാറ്. ഇപ്പോൾ കോടതി സീനുകൾ തന്നെ എടുത്തിട്ടുണ്ടെങ്കിൽ മുൻ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന സിനിമകളിലെ കോടതി രംഗങ്ങൾ പൊളിച്ചെഴുതിയ ഒരു കോടതി രംഗമായിരുന്നു എന്നാ താൻ കേസുകൊട് എന്ന് പറഞ്ഞ സിനിമയിലെ. യഥാർത്ഥ കോടതിയുമായി ഈ സിനിമയിലെ കോടതി എത്രത്തോളം നീതി പുലർത്തിയിട്ടുണ്ട്? തിരക്കഥ എഴുതിയ ആള് രതീഷ് ബാലകൃഷ്ണൻ പൊതുവാൾ സാറ്, നമ്മുടെ ഡയറക്ടർ, അദ്ദേഹം ആ കോടതിയുടെ സീക്വൻസ് വരുന്ന പല സംഗതികളും അഭിഭാഷകരായ ആൾക്കാരോട് ചോദിച്ച് ആ സമയത്ത് ഡെവലപ്പ് ചെയ്തതാണ്. അപ്പം പ്രാക്ടീസിങ് ലോയർ എന്ന നിലയിൽ ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് വക്കീലന്മാരുണ്ടായിരുന്നു. ഞങ്ങളുടെ അടുത്തൊക്കെ വലിയ ഇൻപുട്ട് എടുത്തിട്ടുണ്ട്. അപ്പം ഒരു 90% റിയലിസ്റ്റിക്കായ കോടതികളാണ് അതിൽ കാണിച്ചത്. പിന്നെ മജിസ്ട്രേറ്റ് ആയി അഭിനയിച്ച കുഞ്ഞികൃഷ്ണൻ മാഷിൻ്റെത് മാത്രം കുറച്ച് എക്സാജറേറ്റ് ചെയ്തിട്ട്, അത് നമ്മുടെ ഡയറക്ടറുടെ മനസ്സിലുള്ള ഒരു കഥാപാത്രത്തെ മോൾഡ് ചെയ്ത്. എന്നാൽ രണ്ടാമത് ബേസിൽ മജിസ്ട്രേറ്റായി വരുമ്പോൾ അതാണ് ഇപ്പം നമ്മൾ കാണുന്ന മജിസ്ട്രേറ്റുമാർ. അതാണ് അവരുടെ മാനേഴ്സും ബോഡി ലാംഗ്വേജും. മറ്റേ മജിസ്ട്രേറ്റായിട്ട് സിനിമയിലുള്ള കുഞ്ഞികൃഷ്ണൻ മാഷിൻ്റെ ഒരു എക്സാജറേറ്റ് വേർഷനാണ്. അത് പൂർണ്ണമായും നമ്മുടെ സംവിധായകന്റെ കോൺസെപ്റ്റിൽ വന്നൊരു സംഗതിയാണ്. 10-20 വർഷം മുമ്പ് അതുപോലത്തെ മജിസ്ട്രേറ്റുമാരൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴങ്ങനെയുള്ള ഒരു കാലഹരണപ്പെട്ടതാണ്. അനുഭവങ്ങളൊക്കെ പലരുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് അങ്ങനത്തെ ഒരു ഐഡിയ കിട്ടിയത്. വളരെ സരസമായി കാര്യങ്ങൾ കാണുന്നവരും അവിടുന്ന് മുറുക്കുന്നവരും, ചിലവർ സിഗരറ്റ് വലിക്കാൻ സമയത്ത് ജസ്റ്റ് ഇറങ്ങിപ്പോയി സിഗരറ്റ് വലിക്കുന്നവരൊക്കെ എൻ്റെ അനുഭവത്തിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴുള്ള ന്യൂജൻ മജിസ്ട്രേറ്റുമാരൊന്നും അങ്ങനെയല്ല. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇതൊക്കെ കുറേ കൂടി ഗൗരവത്തിൽ കാണുന്നവരാണ്. അവരുടെ അപ്രോച്ച് തന്നെ വേറെയാണ്. അതാണ് ബേസിൽ കൂടി നമ്മൾ കണ്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞികൃഷ്ണൻ മാഷ് അവതരിപ്പിച്ച മജിസ്ട്രേറ്റിന്റെ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു മജിസ്ട്രേറ്റ് ശരിക്കും കോടതി കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ കോടതി കാര്യങ്ങളെല്ലാം കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു ഇടപാട് സഹായിക്കില്ലേ? കോടതി അങ്ങനെ ലൈറ്റ് ആവേണ്ട ഒരു സ്ഥലമല്ല, കോടതി ഗൗരവത്തിൽ കാണേണ്ട ഒരു സ്ഥലമാണ്. ഒരു ഹ്യൂമാനിറ്റേറിയനും അതുപോലെ തന്നെ ലോജിക്കും ലോ ഒക്കെ ചേർന്നുള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ഗൗരവം വിട്ടുപോയി കഴിഞ്ഞാൽ സിസ്റ്റം തകർന്നു പോകും. ഗൗരവം ഒട്ടും കുറക്കാൻ പാടില്ല എന്നാണ് അഭിഭാഷകൻ എന്നതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ എന്നാൽ വളരെ മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യപ്പറ്റുള്ള ജുഡീഷ്യൽ ഓഫീസർ ആവണം എന്നും അഭിപ്രായമുണ്ട്. ആ സിനിമയിൽ വാദിക്കുന്നത് പോലെയൊക്കെ തന്നെയാണോ യഥാർത്ഥ ജീവിതത്തിലും വാദിക്കുക? ഓരോ ഫയലും ഓരോ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അപ്പം നമ്മൾ ഓരോ നിയമം എന്താണ് പറയുക അതനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ വാദം ഉന്നയിക്കുക. ഞാനിപ്പോൾ പ്രധാനമായിട്ടും ക്രിമിനൽ കോടതികളിലും ഫാമിലി കോർട്ടിലാണ് എൻ്റെ പ്രാക്ടീസ്. കൂടുതൽ വർക്ക് ആ 2 കോടതിയിലാണ്. തീർച്ചയായും അതിനനുയോജ്യമായ രീതിയിൽ ഓരോ ഫയൽ എന്താണോ അതിനനുസരിച്ച് നമ്മൾ വാദം ഉന്നയിക്കും. സിനിമയിൽ കണ്ടതുപോലെ ഇത്രയധികം തമാശ രംഗങ്ങളെല്ലാം യഥാർത്ഥ കോടതിയിൽ ഉണ്ടാകുമോ? ചില സമയങ്ങളിലൊക്കെ ഉണ്ടാവും. നമ്മൾ ഇതിനേക്കാൾ ഭീകരമായ തമാശയൊക്കെ നമ്മൾ അനുഭവിക്കും കോടതിയിൽ. പ്രത്യേകിച്ച് ഫാമിലി കോർട്ടിലൊക്കെ ഭയങ്കര രസമില്ല സംഗതിയില്ല. ചില കക്ഷികളൊക്കെ ലീഗൽ വകുപ്പുകളൊക്കെ പഠിച്ചിട്ട് ജഡ്ജിനോടൊക്കെ തർക്കിക്കുന്നത് കാണാം. മനുഷ്യനല്ലേ, കോടതിയിലായാലും പുറത്തായാലും ചിലവർ ഭയങ്കര അഡമൻ്റായിട്ട് സമീപനം എടുക്കും. ചില ക്രോസ് ചെയ്യുന്ന സമയത്ത് കൂട്ടുകയറിയ സാക്ഷികൾ ഒരു നിലക്കും വഴങ്ങൂല. പിന്നെ പെട്ടെന്ന് ടെമ്പർ പോയി കഴിഞ്ഞാൽ അവന് തോന്നിയതുപോലെ വിളിച്ചു പറയും. അങ്ങനെ പല സംഗതിയും ഈ സിനിമയെക്കാൾ രസകരമായ സംഗതികളൊക്കെ യഥാർത്ഥ കോടതിയിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുവരെ ചെയ്ത കഥാപാത്രങ്ങളിൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിരിക്കുന്ന കഥാപാത്രം ഏതായിരിക്കും? അങ്ങനെ പറയാൻ മാത്രം ഞാൻ കഥാപാത്രങ്ങൾ ചെയ്തിട്ടില്ല. പക്ഷേ പൊറാട്ട് നാടകത്തിലെ ഗോപാൽജി എന്ന് പറഞ്ഞൊരു കഥാപാത്രമുണ്ട്. അതൊരു ചാലഞ്ചിങ് കഥാപാത്രമായിരുന്നു. വളരെ ഡിഫറൻ്റ് ആയ ഒരു സംഗതിയാണ്. നമ്മൾ പുറത്തുനിന്ന് മാത്രം കാണുന്ന ഒരു കഥാപാത്രമാണ്. നമുക്ക് പരിചയമില്ലാത്ത ഒരു മാനേഴ്സൊക്കെ കാണിക്കേണ്ടി വന്നതാണ്. എനിക്കത് ചാലഞ്ചിങ് ആയി തോന്നിയിട്ടുണ്ട്. അതിൻ്റെ വർക്ക് കഴിഞ്ഞ ശേഷം ഡബ്ബിങ് സമയത്ത് സിദ്ദീഖ് സാറിനാണ്, അദ്ദേഹം ഡബ്ബിങ് സമയത്ത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിരുന്നു ആ സിനിമ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു സന്തോഷമുള്ള കാര്യമാണ്. അതിൽ വളരെ പ്രഗത്ഭരായ
രമേഷ് പിഷാരടി, സുനിൽ സുഗത, സൈജു കുറുപ്പ്, ധർമ്മജൻ ബോൾഗാട്ടി, വളരെ എക്സ്പീരിയൻസ്ഡ് ആയ അഭിനേതാക്കളുടെ കൂടിയാണ് അഭിനയിച്ചത്. അതിൻ്റെ ഒരു ചാലഞ്ചിങ് ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു ആക്ടറിനോടൊപ്പം ഇനി വരും കാലങ്ങളിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഞാൻ മോഹൻലാലിൻ്റെ ഒരു ഫാനാണ്. അതുപോലെ മമ്മൂട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർ രണ്ടുപേരും ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഒരു 12 കൊല്ലം മുമ്പ് ദുബായിലൊരു പ്രോഗ്രാം, രണ്ടുപേരെയും. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. രണ്ടുപേരും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപക്ഷെ ലോക സിനിമയിൽ തന്നെ അതുപോലെ പ്രഗത്ഭരായ നടന്മാരും താരങ്ങളും ഉണ്ടാവില്ല. അവർ രണ്ടുപേരും കൂടെ അഭിനയിക്കണം എന്ന് വലിയ ആഗ്രഹമുണ്ട്. ഒരു സീനിലെങ്കിലും മമ്മൂട്ടി സാറിൻ്റെ കൂടെയും ലാൽ സാറിൻ്റെ കൂടെയും, പിന്നെ ഒരാളുള്ളത് ഫഹദിൻ്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ട്, ദിലീഷ് പോത്തൻ്റെ കൂടെ അഭിനയിക്കണമെന്നുണ്ട്, ആഷിഖ് അബുവിൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. നടക്കില്ല എനിക്കറിയില്ല. അവരും കൂടെ വിചാരിക്കണം, അല്ലെങ്കിൽ പ്രൊഡക്ഷനിലെ ആൾക്കാർ വിചാരിക്കണമല്ലോ. ആദ്യത്തെ സിനിമ തന്നെ കുഞ്ചാക്കോവിനോടൊപ്പമാണ്. അദ്ദേഹമാണെങ്കിൽ ഒരു കാലത്ത് തരംഗം സൃഷ്ടിച്ചിരുന്ന ഒരു ചോക്ലേറ്റ് നായകനും കൂടെയാണെന്ന് പറയാം. എങ്ങനെയായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള ആദ്യത്തെ ഒരു സീൻ എക്സ്പീരിയൻസ്? അദ്ദേഹം അടിക്കുന്നൊരു രംഗമുണ്ട് സിനിമയിൽ. അദ്ദേഹം സാക്ഷിക്കൂട്ടിൽ നിൽക്കുകയും ഞാൻ അദ്ദേഹത്തെ ക്രോസ് ചെയ്യുകയും ചെയ്യുന്നൊരു രംഗമുണ്ട്. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹം അടിക്കുന്നുണ്ട്. അതാണ് ഞങ്ങൾ ആദ്യം എടുത്ത സീൻ എൻ്റെ ഓർമ്മയിലുള്ളത്. വക്കീലിനെ അദ്ദേഹം അടിക്കുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ബെഞ്ച് ക്ലർക്കിൻ്റെ മേലെ വീഴുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് വേറെ എത്ര സ്ഥലമുണ്ട് ആ സ്ത്രീയുടെ മേലെ നിങ്ങൾ എന്തിനാണ് വീഴുന്നത് ചോദിക്കുക. അപ്പോൾ ആ സമയത്ത് ഞാനത് 3-4 ടൈക്കിലാണ് ആ സീൻ എടുത്തത്. ആദ്യം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കണ്ണ് പെട്ടെന്ന് ക്യാമറയിലേക്ക് നോക്കി. അപ്പോൾ എന്നോട് പറഞ്ഞു, വക്കീലെ ഭയങ്കര റെസ്പെക്റ്റിലാണ് അദ്ദേഹം സംസാരിക്കുക. ഇപ്പം നമ്മളൊരു വക്കീലാണ്, നമ്മളെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്നു, ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ലീഡറൊക്കെ ആയിരുന്ന ഒരു അന്തരീക്ഷം നമുക്കുണ്ടല്ലോ. പലർക്കും നമ്മളെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിനും അങ്ങനെ മനസ്സിലാക്കിയിട്ട് വളരെ വലിയ റെസ്പെക്റ്റോട് കൂടിയാണ് സംസാരിച്ചത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭക്ഷണമൊക്കെ ഷെയർ ചെയ്യും. ഒരു താരത്തിൻ്റെ ഒരു ജാടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ സീൻ കഴിഞ്ഞ് മറ്റ് സീൻ എടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ നോക്കി ബാക്കിയുള്ള ചെയ്യുന്നൊക്കെ നോക്കിയിരിക്കും. അങ്ങനെയൊക്കെ വളരെ കംഫർട്ടായിരുന്നു അദ്ദേഹത്തോടൊപ്പമുള്ള അഭിനയം. പിന്നെ നമ്മളൊരു സീൻ ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ട് അഭിനന്ദിക്കും. 50+ ആയി എനിക്ക് സിനിമ എന്ന് പറയുന്നത് ഒരാൾ പുതിയൊരു സംഗതി പറഞ്ഞു തരുമ്പം അത്ര ചെറിയ കുട്ടികൾക്ക് പോലെ നമുക്കത് എടുക്കാൻ സാധിക്കില്ല. അപ്പം നമ്മൾ ഈഗോ ഹർട്ട് ചെയ്യാൻ പാടില്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, പക്ഷെ കാര്യം നടക്കണം. അങ്ങനെ പല സംഗതി ഉണ്ട് അവർക്ക്. പക്ഷെ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അത് ഹാൻഡിൽ ചെയ്തു. അദ്ദേഹവും പ്രത്യേകിച്ച് രതീഷ് ബാലകൃഷ്ണ പൊതുവാളജി ഡയറക്ടർ, പിന്നെ സുധീഷ് ഗോപിനാഥ് എന്ന് പറയുന്ന അസോസിയേറ്റ് ഡയറക്ടർ, പിന്നെ രാജേഷ് മാധവൻ. ശരിക്കും പറഞ്ഞാൽ കാസ്റ്റിംഗ് ഡയറക്ടർ ഒന്നുമില്ല രാജേഷ്. ആ സിനിമയിൽ എൻ്റെ സംഗതി രാജേഷിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ആ സിനിമ. ഇപ്പോൾ സിനിമ മേഖല തന്നെ വിവാദത്തിലായിട്ടുള്ള ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഈ സമയത്ത് ഒരു അഭിഭാഷകനും അതോടൊപ്പം ഒരു നടനുമായ സാറിന് എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? സിനിമ ശുദ്ധീകരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലുള്ളതിനേക്കാൾ കൂടുതൽ ചൂഷണം, ഇതൊരു ഭയങ്കരമായ ഗ്ലാമറസ് പ്രൊഫഷനാണ്. ഈ മേഖലയിൽ വരാൻ സാധ്യതയുള്ള ആൺകുട്ടികളെയോ അല്ലെങ്കിൽ പെൺകുട്ടികളെയോ ചൂഷണത്തിന് വിധേയമാക്കുന്ന ഒരു സാഹചര്യം ഇനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. സിനിമ ഇപ്പം 100 വർഷത്തോടെ അടുക്കാൻ പോകും. 1928 നമ്മൾ ആദ്യത്തെ സിനിമ ഇറങ്ങുന്നത്. സിനിമ നമ്മൾ ഇപ്പം 4 വർഷം കഴിഞ്ഞാൽ നമ്മൾ 100 വർഷത്തിലേക്ക് എത്തും. ഈ 100 വർഷത്തെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിലെ വിപ്ലവമാണ് 2017 ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതോടുകൂടി സംഭവിക്കുന്നത്. അതൊരു ചരിത്രമാണ്. ആ ചരിത്രത്തിൽ നിന്ന് സ്വയം തിരുത്താൻ നമ്മൾ തയ്യാറാകണം. അപ്പം നമ്മൾ ഇനി വരുന്ന തലമുറയിൽ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഹേമ കമ്മിറ്റി നമ്മൾ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് ഇപ്പം നമ്മളിപ്പം കമ്മിറ്റീൻ്റെ പുറത്ത് പോലീസ് കേസെടുത്തിട്ടില്ല എന്നൊക്കെ വലിയ വാദം ഉന്നയിക്കുന്നുണ്ട്. അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു കാര്യമല്ല. കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പുറത്ത് കേസെടുക്കാൻ കഴിയില്ല. കേസെടുക്കണമെങ്കിൽ ഓരോരാളും പരാതി കൊടുക്കണം. ഗവൺമെൻറ് ആ കാര്യത്തിൽ കർശനമായ നിലപാടെടുക്കാൻ തയ്യാറായപ്പോൾ, കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന് 2 ദിവസം കഴിഞ്ഞിട്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി ഒരു പത്രസമ്മേളനം നടത്തുന്നുണ്ട്. ആ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്ന കാര്യം പരാതി വന്നാൽ എത്ര ഉന്നതനായാലും കേസെടുക്കുമെന്നാണ്. അതിനുശേഷം ആണ് സ്ത്രീകൾ പരാതിയുമായി മുന്നോട്ട് വരാൻ തയ്യാറായത്. അതിനുശേഷം ഗവൺമെൻറ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കി, ഉന്നതതല കമ്മിറ്റി, വനിതാ IPS ഓഫീസർമാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവർ കമ്മിറ്റിയും കൂടി രൂപീകരിച്ച് അവർ വെബ്സൈറ്റ് ഉണ്ടാക്കി, ഒരു മെയിൽ ID ഉണ്ടാക്കി, ഫോൺ നമ്പർ, വാട്സപ്പ് നമ്പറൊക്കെ കൊടുത്തപ്പോൾ പരാതികൾ വരാൻ തുടങ്ങി. ഇനി ഒരാൾക്കും ഒരു സ്ത്രീനെ അനാവശ്യമായി നോക്കാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവർ കിടക്കുന്ന സ്ഥലത്ത് പോയി ഒരു ഡോറിന് തട്ടാനുള്ള ധൈര്യം ഉണ്ടാവില്ല. അവരുടെ അശ്ലീലമായി സംസാരിക്കാനും മെസ്സേജ് അയക്കാനും ധൈര്യം ഉണ്ടാവില്ല. അത് വലിയ തോതിൽ ഭാവിയിൽ മികച്ച സിനിമ വരാനും മികച്ച അഭിനേത്രികൾ ഉണ്ടാക്കാനും അഭിനേതാക്കൾ ഉണ്ടാക്കാനും സംവിധായകർ ഉണ്ടാക്കാനും സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാസ്റ്റിംഗ് കൗച്ച് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ക്ലച്ചസിൽ നിന്നും ഈ സിനിമ വിടുതൽ വരികയാണ്. കഴിവുള്ളവർക്ക് യാതൊരു കോംപ്രമൈസും ഇല്ലാതെ, ഒരു കോപ്പറേറ്റീവ് ചെയ്യാത്ത സ്ത്രീകൾക്ക് അവരെ തല ഉയർത്തി പിടിച്ചുകൊണ്ട് തന്നെ അന്തസ്സോട് കൂടിയിട്ട് അഭിനയിക്കാൻ കഴിയുമെന്നാണ് തെളിയിക്കുന്നത്. റേഡിയോ ഫോർ യു 89.6 FM-ന്റെ മിന്നുതാരത്തിൽ ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് നമ്മുടെ കാഞ്ഞങ്ങാടിന്റെ സ്വന്തം താരമായ ഷുക്കൂർ വക്കീലാണ്. നന്ദി. താങ്ക് യു. ഇത്രയും സമയം എനിക്ക് അനുവദിച്ചതിന് റേഡിയോക്ക് പ്രത്യേകം നന്ദി പറയുന്നു. വരുന്ന ആളുകളിൽ നമ്മുടെ കാഞ്ഞങ്ങാടിൻ്റെ സാമൂഹിക സാംസ്കാരിക സിനിമാ മേഖലകളിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്നൊരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. മിന്നും താരം. വ്യത്യസ്ത മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭകളുമായുള്ള അഭിമുഖം.
മിന്നും താരം